മാനവരാശിയുടെ സകല പാപത്തെ പോക്കി ശുദ്ധീകരിക്കുന്നു. ഏത് കൊടിയ പാപത്തെയും, എത്ര വലിയ പാപത്തിന്റെ ലയനങ്ങളെയും ജീവിതത്തിൽ നിന്ന് സമൂല്യം അതിനെ തുടച്ചു മാറ്റാൻ കഴിവുള്ള രക്തമാണ് യേശുക്രിസ്തുവിന്റെ രക്തം. യേശുക്രിസ്തുവിന്റെ രക്തത്തിന് ഇത്രയും വില ഉണ്ടാകാൻ കാരണം യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ 33.5 തിരുവയസ്സ് വരെ ഈ ഭൂപ്പരപ്പിൽ ജീവിച്ചു. എന്നാൽ അവസാന സമയങ്ങളിൽ ക്രൂശുമരണത്തോടടുക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ കൂടെ 3.5 കൊല്ലം സഞ്ചരിച്ച യൂദാസ് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തേച്ച് യൂദാസ് വിളിച്ചു വരുന്നൊരു പദം എങ്ങനെയാ? ഒരു തെറ്റും ചെയ്യാത്തവനെ ഞാൻ എന്റെ ചുംബനം കൊണ്ട് ഈ 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുത്തു. അന്നത്തെ നാടുവാഴിയുടെ ഭാര്യ, ചരിത്രം പറയുന്ന ക്ലൗദിയ, കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. ജനമെല്ലാം യേശുവിനെ ക്രൂശിക്കായെന്ന് ആർത്ത് വിളിച്ചപ്പോൾ അന്നത്തെ നാടുവാഴി വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ചുമത്തുന്ന ഒരു തെറ്റും ഞാൻ ഈ യേശുക്രിസ്തുവിൽ കാണുന്നില്ല. പാപമില്ലാതെ പരിശുദ്ധനായി, നിഷ്കളങ്കനായി, നീതിമാനായി ലോകത്തിന്റെ നെറുകയിൽ അമ്മയാരെന്നും അപ്പനാരെന്നും സഹോദരങ്ങളാരെന്നും മക്കളാരെന്നും അവർക്ക് കൊടുക്കാനുള്ള ധാർമ്മിക അനുഭവങ്ങൾ എന്താണെന്നും സ്നേഹത്തിന്റെ വ്യവസ്ഥിതികൾ എന്താണെന്നും കൃത്യമായി ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കാണിച്ച് സകല മനുഷ്യരുടെ മുമ്പിൽ സകല പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കരേറി ക്രൂശിൽ അതിന് പരിഹാരം നൽകി തന്ന യേശുക്രിസ്തുവിനെ ഞങ്ങൾ ഇവിടെ ഉയർത്തിപ്പിടിക്കുകയാണ്. എന്തിനു വേണ്ടിയെന്നറിയാമോ? പാപമില്ലാത്തവൻ, പരിശുദ്ധൻ, നിഷ്കളങ്കൻ, നീതിമാൻ, ഒരു തെറ്റും ചെയ്യാത്തവൻ സകലരുടെ പാപത്തെ ഏറ്റുകൊണ്ട് ക്രൂശിന്മേൽ കയറി സകലരും യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ പാപത്തിന് പരിഹാരം ആ ക്രൂശ് മരണത്തിലൂടെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സകല മനുഷ്യർക്ക് സാധ്യമാണ്. എന്നാൽ യേശുവിനെ ക്രൂശിച്ചതിനന്തരം യേശുക്രിസ്തു തന്റെ പ്രാണനെ പിതാവിന്റെ തൃക്കരകളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അനന്തരം ആരെയും വച്ചിട്ടില്ലാത്ത കല്ലറയിൽ യേശുക്രിസ്തുവിനെ വെച്ചു. പക്ഷേ റാസ നടത്താതെ, പുഷ്പാർച്ചന നടത്താതെ, വെടിവെയ്പ് നടത്താതെ, മൗനവ്രതം അനുഷ്ഠിക്കാതെ 3-ാമത്തെ ദിവസം ശ്രീ യേശുക്രിസ്തു, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ക്രൈസ്തവ ലോകം എന്നല്ല സകല മനുഷ്യരെ പാടുന്ന ഒരു പാട്ടുണ്ട്, അഖില മഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ, പക്ഷേ യേശുക്രിസ്തു മാത്രം മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. സ്നേഹിത, എന്തിനാ